My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 248-ാമത്തെ എപ്പിസോഡിൽ കാലി ഫോസ്ഫോറിക്കം എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ചെവി, മൂക്ക്, വായ, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പർട്ടിക്കുലർ സിംറ്റംസാണ് പറയുന്നത്. അതിൽ തന്നെ ഡിഫ്തീരിയയുടെ ഒരു സവിശേഷമായ ഒരവസ്ഥയിൽ കാരിഫോസിൻ്റെ ഉപയോഗമടക്കം പല വിവരങ്ങളും കെന്റ് നമുക്ക് തരുന്നുണ്ട്. നമുക്കവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. ഡിസ്ചാർജ് ഫ്രം ദ ഇയർ, ബ്ലഡി, ഒഫൻസീവ്, പ്യൂട്രിഡ്, പ്യൂർലൻറ്റ്. ഒഫൻസീവ്, പ്യൂട്രിഡ്, പ്യൂർലൻറ്റ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. അപ്പോൾ ചെവിയിൽ നിന്നുള്ള സ്രവങ്ങൾ ചോര കലർന്നത്, ദുർഗന്ധമുള്ളത്, വല്ലാതെ കട്ടിയുള്ളത് ഒക്കെ ആയിട്ടാണ്. ഇറപ്ഷൻസ് ഓൺ ദ ഇയേഴ്സ്, ചെവിയിൽ കുരുക്കൾ വരുന്നുണ്ട്. പിമ്പിൾസ് ഇൻ ദ കനാൽ, മൂക്കുരു പോലുള്ള കുരുക്കൾ ചെവിയുടെ ഉള്ളിലെ കനാലിൽ. ഫുൾനെസ് ഇൻ ഇയേഴ്സ്, ചെവി നിറഞ്ഞിരിക്കുന്നത് പോലെ. ദി ഇയേഴ്സ് ആർ ഹോട്ട്, ചെവിക്ക് ചൂട്. ഇച്ചിങ് ഇൻ ദ ഇയേഴ്സ്, അഗ്രവേറ്റഡ് ലൈയിങ്, ചെവിയിലെ ചൊറിച്ചിൽ കിടക്കുന്ന സമയത്ത് അത് വർദ്ധിക്കും. നോയ്സസ് ഫ്രം നെർവസ് എക്സോഷൻ ആൻഡ് സെറിബ്രൽ അനീമിയ വിത്ത് വെർട്ടിഗോ. അപ്പോൾ നാഡീസംബന്ധമായ തളർന്ന് ക്ഷീണിച്ച അവസ്ഥ കൊണ്ട്, സെറിബ്രൽ അനീമിയ കൊണ്ട്, തലകറക്കം കൊണ്ട് ഒക്കെ ചെവിയിൽ ശബ്ദമുണ്ടാകും. ബസ്സിങ്, ഫ്ലട്ടറിങ്, ഹമ്മിങ്, റിങ്ങിങ്, റോറിങ്, റഷിങ്, സിങ്ങിങ്, വിസിങ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളും ചെവിയിലുണ്ട്. മൂളല്, പാട്ട് പോലെ, മണിയടിക്കുന്നത് പോലെ, ഇരമ്പുന്നത് പോലെ, ചോര ഇരച്ചു കയറുന്ന പോലെ, ഒരു സംഗീതോപകരണങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് പോലെ. വാസ്തവത്തിലല്ല, അങ്ങനെ തോന്നൽ. സിംഗിങ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന സിംഗിങ് ആണ്. അപ്പോൾ പാട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു എന്നുള്ളത്. പെയിൻ ഡീപ്പ് ഇൻ ഇയർ, ചെവിയുടെ ആഴത്തിൽ ഉൾഭാഗത്ത് വേദന. ക്രാമ്പിങ്, ഡ്രോയിങ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ് ഇൻ ലെഫ്റ്റ് ഇയർ ഡൗൺ ടു ചീക്ക് ആൻഡ് ബിഹൈൻഡ് ദ ഇയർ. അപ്പോൾ ചെവിയിൽ വലിച്ചു കോച്ചലുകളുണ്ട്, ഞെക്കുന്ന പോലെ വേദനയുണ്ട്, കുത്തുന്ന പോലെയുണ്ട്. ഇടത് ചെവിയിൽ കുത്തൽ. ആ കുത്തൽ കവിളിൻ്റെ കീഴ് വരെ അത് വരും, അല്ലെങ്കിൽ ചെവിയുടെ പിൻഭാഗത്തേക്ക് വരെ അത് നീളും. സ്റ്റിങ്ങിങ് ഇൻ ഇയർ, അഗ്രവേറ്റ് ലൈയിങ്, ചെവിയിൽ കുത്തുന്ന പോലുള്ള വേദന കിടക്കാൻ നേരത്ത് വർദ്ധിക്കുന്നു. ടിയറിങ് ഇൻ ഇയർ, പൾസേഷൻ ഇൻ ഇയർ, സ്റ്റോപ്ഡ് സെൻസേഷൻ, സിംഗിങ് ഇൻ ഇയർ, ഇയേഴ്സ് സ്വോളൻ. അപ്പം ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷണങ്ങളിലൊരു ഒരു ധാരാളം തന്നെ കാണുന്നുണ്ട്. ചെവി വലിച്ചു കയറുന്ന പോലെ, വിങ്ങുന്നത് പോലെ, ചെവി അടഞ്ഞു പോയതുപോലെ, ചെവിയിൽ പാട്ട് കേൾക്കുന്നത് പോലെ. ഇയേഴ്സ് സ്വോളൻ, ചെവികളിൽ വീക്കം. ട്വിച്ചിങ്, ഹിയറിങ് അക്യൂട്ട് നോയ്സസ് ആൻഡ് വോയിസസ് ബട്ട് ഇമ്പയർഡ് ആസ് ടു ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദ ഹ്യൂമൻ വോയിസ്. അതായത് അനാവശ്യമായ ശബ്ദങ്ങൾ, ഒച്ചകൾ, നോയ്സ്, ഒച്ചകളോട് ചെവി സെൻസിറ്റീവാണ്. അത് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കും. അതേസമയം മനുഷ്യശബ്ദങ്ങളുണ്ടാക്കുന്ന വാക്കുകളും വാചകങ്ങളും ഒക്കെ അത് കേൾക്കാൻ പ്രയാസം. ആ ഒരു വൈരുദ്ധ്യം, ഡെഫ്നെസ്, ഇതൊക്കെ പോയിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ബധിരതയും വരാം. കൊറൈസ, ഫ്ലുവൻ്റ് ആൻഡ് ഡ്രൈ വിത്ത് കോഫ് വിത്ത് ഹെഡേക്ക്. ഹെഡേക്ക് ഇറ്റാലിക്സിലാണ്. ജലദോഷം, അത് നല്ല ഇളക്കം, നല്ല വെള്ളം പോലെ പോകാം, വരണ്ടതാകാം, ചുമയോട് കൂടിയതാകാം, തലവേദനയോട് കൂടിയാകാം. തലവേദനയുടെ കൂടി എന്നുള്ളതിലാണ് കൂടുതൽ ഡിഗ്രി കൊടുത്തിരിക്കുന്നത്. ഹേ ഫീവർ വിത്ത് ഗ്രേറ്റ് നെർവസ് വീക്ക്നെസ്. ഹേ ഫീവർ എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇന്നും ഹോമിയോപാത്തിനോട് പലരും ചോദിച്ചിട്ടും അത് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യമല്ല വാസ്തവത്തിൽ. അതുകൊണ്ടുള്ളൊരു ധാരണ പിശകാണെന്ന് തോന്നുന്നു. ഹെവി ഫീവർ എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് റഷ്യൻ കൃതികളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ നിന്നാണ്. അവിടെ വാസ്തവത്തിൽ ബാർലി, ഗോതമ്പ്, ഇതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ ശേഷം കൊയ്ത്ത് മെതി കറ്റകൾ കിടന്നുറങ്ങും. തണുപ്പാണെങ്കിൽ കറ്റകൾ പുതച്ചുറങ്ങും. ആ ഒരു സമയത്ത് തുമ്മലും ചീറ്റലും ഒക്കെ ആയിട്ട് പനി വരുന്നു. ചിലപ്പോഴൊക്കെ അത് മാരകമാകും. അതാണ് എൻ്റെ ഒരു പ്രാഥമിക ധാരണ.
ഈ സമീപകാലത്ത് കുറച്ചുകൂടി വ്യക്തമായ ധാരണ സാഹിത്യകൃതിയിൽ നിന്നല്ലാതെ ഒരു അനുഭവത്തിൽ നിന്നും, ഈ ജിം കോർബറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിൽ ഒരു ഗംഗാ സമതലങ്ങളിലെ കാടുകളിൽ ഒരു കാലത്ത് വലിയ ഭീതി വിതച്ചിരുന്നൊരു കൊള്ള സംഘത്തെ അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കൂടി ഇദ്ദേഹം പോയൊരു അനുഭവം പറയുന്നുണ്ട്. ഇദ്ദേഹം പട്ടാളക്കാരെ കാട്ടിലെ യുദ്ധമുറകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ പലയിടത്തും രണ്ടാം ലോക യുദ്ധകാലത്തും മറ്റുമൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം ഇതിൽ തേടിയതാണ്. അപ്പോൾ അവരങ്ങനെ ഈ കൊള്ളക്കാരനെ തേടി ഗംഗയുടെ മറുകട കടന്ന് ഇയാളെ തേടി രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു രണ്ടാൾ പൊക്കത്തും വരെ ഉയരുന്ന ഒരു തരം, നമ്മുടെ ഇവിടെ ആനപ്പിള്ള എന്നൊക്കെ പറയുന്നൊരു പുല്ലുണ്ട്. ഈ പുല്ല് വെട്ടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പുല്ല് വെട്ടിയിട്ട് മൂത്തതും പാകമായതൊക്കെ ഉണ്ട്. അതിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം നേരം വെളുപ്പോൾ തുമ്മലും ചൂടും ചീറ്റോടും കൂടി ഉണർന്നെഴുന്നേറ്റു. പലർക്കും ഹേ ഫീവർ പിടിച്ചു എന്ന് ഇദ്ദേഹം ജിം കോർബറ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്തവണ പോയപ്പോൾ ഈ പ്രദേശം രാംനഗർ എന്ന് പറയുന്ന പ്രദേശമാണ്. അദ്ദേഹത്തിൻ്റെ വിൻ്റർ റെസിഡൻസിൽ നിന്നും കാട്ടിലേക്ക് മല കയറി പോകുന്ന ഭാഗത്താണ്. ഞാൻ ഈ നദി ആ ഭാഗത്തേക്ക് വേറെ കാര്യത്തിൽ പോകാനുണ്ടായിരുന്നു. പോയി പുല്ലുള്ള ഭാഗം തേടി പിടിച്ചു. അതേപോലെ ഇപ്പോൾ ഒരു രണ്ടാൾ പൊക്കമൊന്നുമില്ല, എങ്കിലും ഒരാൾ പൊക്കത്തോളം ഇത് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിലൊരു തരം കതിര് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നാട്ടുകാരോട് ഞാൻ കുറച്ച് മുറിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് മൂക്കും ഇതിനോട് സമ്പർക്കം വരുന്ന ചില ആൾക്ക്, അലർജിയുള്ള ആളുകൾക്ക് വല്ലാത്ത പ്രശ്നം വരും, പനി വരും, തുമ്പലും ചീറ്റലും വരും, വലിയ പ്രയാസം വരും. ചിലർക്കൊക്കെ അത് മാരകമായിട്ട് മാറാൻ ശരീരം മുഴുവൻ തടിച്ചു വീർത്തൊക്കെ വരാറുണ്ട്. അപ്പം അതിനെയാണ് ജിം കോർബറ്റ് ഹേ ഫീവർ എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തർ അലർജി പൊടിയോടും പൂമ്പൊടിയോടും മറ്റൊക്കെ ഉള്ള ഒരു അലർജി, അതാണ് ഹേ ഫീവർ എന്നുള്ളതുകൊണ്ട് പാശ്ചാത്യർ ഉദ്ദേശിക്കുന്നത്. ഇത് അമേരിക്കക്കാരനായ കെൻ്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ജിം കോർബറ്റ് അയർലൻഡുകാരൻ, രണ്ടുപേരും പാശ്ചാത്യ രാജ്യങ്ങളുള്ളവർ. അപ്പോൾ ആ ഹേ ഫീവർ എന്നുള്ളൊരു നമുക്ക് വേണമെങ്കിൽ അലർജിപ്പനി എന്നോ മറ്റോ അതിനെ പറയാം. അപ്പോൾ ഇവിടെ ഹേ ഫീവർ വിത്ത് ഗ്രേറ്റ് നെർവസ് വീക്ക്നെസ്, നാഡീസംബന്ധമായ വല്ലാത്ത ക്ഷീണത്തോടു കൂടിയ ഇത്തരം ഈ അലർജിപ്പനി, തുമ്മലും ചീറ്റലും ജലദോഷവും ഒക്കെ ആയിട്ട് വരുന്നത്. ഒബ്സ്റ്റിനേറ്റ് കാറ്റർ, വല്ലാത്ത കഫം വന്നിട്ട് ഒബ്സ്റ്റിനേറ്റ് വല്ലാതെ വലക്കുന്ന ഒരവസ്ഥ, കഫക്കെട്ട്. ഡിസ്ചാർജ് ബ്ലഡി, എക്സ്കോറിയേറ്റിംഗ്, ഗ്രീനിഷ്, ഒഫൻസീവ്, പ്യൂർലൻ, സ്ട്രിങ്ങി, തിക്ക്, വാട്ടറി, വൈറ്റ്, യെല്ലോ, വേഴ്സ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ കഫത്തിൻ്റെ ഡിസ്ചാർജ് എല്ലാ തരത്തിലുണ്ട്. രക്തം കലർന്നതുകൊണ്ട്, അത് സ്പർശിക്കുന്ന ഭാഗങ്ങൾ തൊലി പോകുന്നതുകൊണ്ട്, പച്ച നിറത്തിലുള്ളതുകൊണ്ട്, ദുർഗന്ധമുള്ളതുകൊണ്ട്. ഗ്രീനിഷ് ഒഫൻസീവ് എന്നാണ്, അതിൽ ഒഫൻസീവ് ഇറ്റാലിക്സിലാണ്. അപ്പോൾ ദുർഗന്ധം പച്ച നിറവും കൂടി ചേർന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. പ്യൂർലൻ്റ്, അല്ലാതെ വർദ്ധിച്ച അവസ്ഥയിലുണ്ട്. സ്ട്രിങ്ങി, വലിച്ചാലിങ്ങനെ കഫം ഇങ്ങനെ നൂല് പോലെ വരുന്നൊരവസ്ഥ. കട്ടിയുള്ളത്, വെള്ളം പോലുള്ളതുകൊണ്ട്, വെളുത്തതുകൊണ്ട്. യെല്ലോ ഇറ്റാലിക്സിലാണ്. വേഴ്സ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ വല്ലാതെ വർദ്ധിക്കുന്നു. യെല്ലോ ക്രഡ്സ്, വേഴ്സ് ഇൻ റൈറ്റ് നോസ്ട്രിൽ, മഞ്ഞ നിറത്തിലുള്ള പൊട്ട പിടിച്ച പോലെ ഈ കഫം ഉണങ്ങിയിട്ട് പൊട്ട പിടിച്ച നിറത്തിൽ മഞ്ഞ നിറത്തിൽ, അത് വലത് നാസാഗ്രന്ഥത്തിലാണ് അത് കൂടുതൽ മോശമായിട്ട് വരുന്നത്. ഹി സഫേഴ്സ് മച്ച് ഫ്രം ഡ്രൈനസ് ഇൻ നോസ്, മൂക്ക് വരണ്ടിരിക്കുന്നത് കൊണ്ട് ഇയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാത്തരം ജലദോഷങ്ങളും തുമ്മലും ചീറ്റലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ പോലും വരണ്ടിരിക്കുന്നത് കൊണ്ടുള്ള പ്രയാസം കാലിഫോസ് പേഷ്യൻ്റെ വല്ലാതെ അലട്ടുന്നുണ്ട്. എപ്പിസ്റ്റാക്സിസ് ഇൻ ദ മോർണിംഗ് ഓൺ ബ്ലോയിങ് ദ നോസ് ഇൻ ലോ ഫീവേഴ്സ്, അപ്പോൾ മൂക്കിൽ നിന്ന് രക്തവാർച്ച, അത് പ്രഭാതത്തിൽ വരും. മൂക്ക് ചീറ്റം പോരും, മോശമായ പനിയുടെ അവസ്ഥകളിൽ. ദ നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ്, മൂക്ക് പാടെ അടഞ്ഞിരിക്കുന്നു. ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഇൻ ദ നോസ്, മൂക്കിൽ ചൊറിച്ചിലും പൊള്ളലും. പ്രസ്സിംഗ് പെയിൻ അറ്റ് ദ റൂട്ട് ഓഫ് ദ നോസ്, മൂക്കിൻ്റെ അടിഭാഗത്ത് വേരിൽ ഞെക്കുന്നതുള്ള വേദന. മച്ച് സോർനെസ് ഇൻസൈഡ് ദ നോസ് വിത്ത് യെല്ലോ ക്രഡ്സ് ആൻഡ് ഡാർക്ക് ബ്ലഡ്, മൂക്കിൻ്റെ ഉൾഭാഗത്ത് തൊലി പോയ പോലെ മറ്റൊക്കെയുള്ള നൊമ്പരം, മഞ്ഞ നിറത്തിലുള്ള പൊറ്റ, ഇരുണ്ട ചോര. സ്മെൽ അറ്റ് ഫസ്റ്റ് അക്യൂട്ട്, ലേറ്റർ വാണ്ടിങ്, ആദ്യം മണം വല്ലാതെ കൂടിയിരിക്കും, ആവശ്യമില്ലാത്ത മണമെല്ലാം കേൾക്കും. കുറേ കഴിയുമ്പോഴേക്കും മണം വേണ്ടത്ര കിട്ടുന്നില്ല. സ്നീസിങ് ഫ്രീക്വൻറ്റ്, ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ. വയലൻ്റ് 2 PM, ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഈ തുമ്മൽ വല്ലാതെ വർദ്ധിക്കും, വയലൻ്റ് ആവും. ഫ്രം സ്ലൈറ്റ് എക്സ്പോഷർ, ചെറുതൊരു എക്സ്പോഷർ കിട്ടിയാൽ മതി. തുമ്മൽ വരുന്നത് തുറസായ വായുവിലേക്ക് ചെറിയൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ വരും. അൾസറേഷൻ ഇൻ ദ നോസ്, മൂക്കിൽ വ്രണങ്ങൾ.
ദ നോസ് ഈസ് സ്വോളൻ, മൂക്ക് വല്ലാതെ വീർത്തിരിക്കുന്നു. അലർജി എന്നൊക്കെ പറയുന്നത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്ഥിരം ഔഷധങ്ങൾ മാത്രമല്ല, കാലിഫോസും ചില സവിശേഷ ഘട്ടങ്ങളിൽ ടോട്ടാലിറ്റി യോജിക്കുന്ന സമയങ്ങളിൽ സുഖപ്പെടുത്തും. ബ്രൗൺ പാച്ച് ഫ്രം ദ എഡ്ജ് ഓഫ് ദ ബ്രോസ് ടു ദ ഐബ്രോസ് 3 inches വൈഡ് ലാസ്റ്റിംഗ് 3 months. നെറ്റിയിൽ പുരികത്തോട് ചേർന്ന് 3 ഇഞ്ച് വീതിയിൽ നീളത്തിലുള്ള തവിട്ട് നിറത്തിലുള്ള പാട് 3 മാസം വരെ അത് നീണ്ടു നിൽക്കാം. ക്ലോറോട്ടിക് ഫേസ്, മുഖമായി വിളറിയിരിക്കുന്നു. ഡാർക്ക് സർക്കിൾസ് അണ്ടർ ഐസ്, കണ്ണിന് കീഴെ ഇരുണ്ട വലയങ്ങൾ. പൊതുവെ രോഗാവസ്ഥയുടെയും ശാരീരികവും മാനസികമായിട്ട് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതാണ്. അത് കാലിഫോസിൽ അത് വരുമ്പോൾ അതിന് സവിശേഷമായ പ്രാധാന്യം വരും. വിശേഷിച്ചും മാനസിക പ്രയാസങ്ങൾ, ദുഃഖം, സങ്കടം, വിഷാദം ഒക്കെ നേരിടുന്ന ആളുകളിൽ. ജോണ്ടീസ് ഫേസ്, മഞ്ഞപ്പിത്തം വന്ന പോലെ മഞ്ഞച്ച മുഖം. ഹെർപ്പസ് ഓൺ ദ ലിപ്സ്, സോർ ക്രസ്റ്റ് ഓൺ ലിപ്സ്, വെസൈക്കിൾ ഓൺ ലിപ്സ്. അപ്പോൾ ചുണ്ടിൽ എല്ലാത്തരം വ്രണങ്ങളും പുഴുക്കടി, കുരു ഒക്കെ ഉണ്ട്. ദ എക്സ്പ്രഷൻ ഈസ് ഹഗാർഡ്, സിക്കിലി ആൻഡ് സഫറിങ്. അപ്പോൾ ഈ മുഖത്തെ ഒരു രൂപം, മുഖത്തിൻ്റെ ഒരു മട്ട്, നിങ്ങൾ രോഗിയെ കാണുമ്പോൾ ഒരു കാലിഫോസ് രോഗിയുടെ ഒരു മട്ടെന്ന് പറയുന്നത് ആകെ അവശതയുള്ള ഹഗാർഡ് കണ്ടീഷൻ, രോഗവും മറ്റുമൊക്കെ ഒന്ന് അവശമായൊരവസ്ഥ. നമ്മൾ മറ്റു പല ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഹഗാർഡ് ഫേസ്, സിക്കിലി ഫേസ്, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രോഗിയാണല്ലോ എന്ന് തോന്നും. ആൻഡ് സഫറിങ്, ഒരുപാട് സഹിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഫ്ലഷസ് ഓഫ് ഹീറ്റ് ഇൻ ഫേസ്, മുഖത്ത് ചുട്ടുനീറ്റൽ. ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദ പരോട്ടിഡ് ഗ്ലാൻഡ്സ്, പരോട്ടിഡ് ഗ്ലാൻഡ് കവിളിൻ്റെ അവിടെയുള്ള വലിയ ഉമിനീർ ഗ്രന്ഥികളിൽ വീക്കം. ഇച്ചിങ് ഓഫ് ദ ഫേസ് ഇൻ ദ വിസ്കേഴ്സ്, മുഖത്ത് ചൊറിച്ചിൽ. ഇൻ ദ വിസ്കേഴ്സ് ഓൺ റൈറ്റ് ചീക്ക് ഓൺ ടെമ്പിൾസ്. അപ്പോൾ വലത് കവിളിൽ, ചെന്നിയിൽ, മുഖത്ത് വിസ്കർ. വിസ്കർ എന്ന് പറയുന്നത് മീശ. മീശ എന്ന് വെച്ചാൽ ഇപ്പോൾ കെൻറ്റിൻ്റെ ചിത്രം കണ്ടാൽ കാണാം മേൽമീശ വല്ലാതെ നീണ്ടു നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ഫാഷനാണത്. അങ്ങനെ നീണ്ട് ഈ പൂച്ചയുടെയും മറ്റുമൊക്കെ കവിളിലെ രോമം പോലെ നീണ്ടു നിൽക്കുന്ന താടി രോമമായാലും മേൽമീശയായാലും അതിനാണ് വിസ്കർ എന്ന് പറയുന്നത്. പൊതുവേ ഇവിടെ മേൽമീശ അല്ലെങ്കിൽ താടിമീശ എന്നുള്ള തരത്തിൽ അതിനെടുത്താൽ മതി. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിൽ, ചെന്നിക്കും ഒക്കെ വരാം. ദർ ആർ ഡ്രോയിങ്, സ്റ്റിച്ചിങ്, ടിയറിങ് പെയിൻസ് ഇൻ ദ ഫേസ്, അഗ്രവേറ്റ് ഇൻ കോൾഡ് എയർ. തണുത്ത വായിൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള പലതരം വേദനകൾ മുഖത്തുണ്ട്. വലിക്കുന്ന പോലെ, കുത്തുന്ന പോലെ, സൂചിക്ക് കുത്തുന്ന പോലെ, വലിച്ച് കീറുന്ന പോലുള്ള വേദനകൾ മുഖത്ത് എല്ലാം തണുത്ത വായുവിൽ വർദ്ധിക്കുന്നു. കോൾഡ് ആപ്ലിക്കേഷൻസ് അമീറേറ്റ് പെയിൻ റൈറ്റ് സൈഡ് ഓഫ് ദ ഫേസ് ഫ്രം എ ഹോളോ ടൂത്ത്. പല്ലിൽ പോട് വന്നിട്ട് ഹോളോ ടൂത്ത് ഉണ്ടായിട്ട് മുഖത്തിൻ്റെ വലതുവശത്ത് ഉണ്ടാകുന്ന വേദന തണുത്ത ആപ്ലിക്കേഷൻ കൊണ്ട് ശമിക്കുന്നു. ആ ഒരു ലക്ഷണം കാലിഫോസ് കവർ ചെയ്യും. പെയിൻ ഇൻ ജോ ബോൺസ്, താടിയലിലെ വേദന. അമീറേറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിക്കുമ്പോൾ കുറയും. താടിയിലുള്ള വേദന ആഹാരം കഴിക്കുകയും ചവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ വർദ്ധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അങ്ങനെ കുറയുക എന്നുള്ളതാണ് കാലിഫോസിൽ വരുന്നത്. സ്പീക്കിംഗ്, വേക്കിംഗ് ആൻഡ് ടച്ച്. അപ്പോൾ ആഹാരത്തിന് ശേഷം കുറയുന്നു, സംസാരിക്കുമ്പോൾ കുറയുന്നു, എഴുന്നേൽക്കുമ്പോൾ കുറയുന്നു, ഉണർന്നെഴുന്നേൽ കുറയുന്നു, സ്പർശം കൊണ്ട് കുറയുന്നു. അപ്പോൾ ആ അമീലറേഷൻ എന്നുള്ള മൊഡാലിറ്റി വളരെ സവിശേഷമായ രീതിയിലാണ് കാലിഫോസിൽ വരുന്നത്. താടിയിലെ വേദന. ന്യൂറോളജി ഓഫ് ഫേസ് ഫോളോഡ് ബൈ ഗ്രേറ്റ് വീക്ക്നെസ്. മുഖത്ത് നാഡീസംബന്ധമായ വേദന, വല്ലാതെ ക്ഷീണം, അതിനെ തുടർന്നുകൊണ്ട് വല്ലാത്ത ക്ഷീണം വരുന്നു. ന്യൂറാൾജിക് സ്റ്റിച്ച് റൈഡിങ് ഇൻ കോൾഡ് എയർ അമീറഡ് ബൈ ഹീറ്റ് ഓഫ് ഹാൻഡ്. നാഡീസംബന്ധമായി ഈ പറഞ്ഞ പോലെ മുഖത്തെ വേദന, കുത്തുന്ന പോലുള്ള വേദന തണുത്ത വായുവിൽ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതുണ്ടാകും. ഹീറ്റ് ഓഫ് ഹാൻഡ്, കൈയുടെ ചൂട്, കൈയൊന്ന് അമർത്തിയോ തടവിയോ ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മുഖത്ത് ആ ന്യൂറാൾജിക് പെയിൻ ശമിക്കും. പാരലിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഫേസ്, മുഖത്തിൻ്റെ ഒരു വശം മാത്രം പക്ഷവാതം. അത് കോസ്റ്റിക്കുമായിട്ട് അതിന് കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ദ ഫേസ് പെർസ്പേഴ്സ്, മുഖം മാത്രം വിയർക്കുന്നു. സോളൻ ലിപ്സ്, പരോട്ടിഡ് ആൻഡ് സബ്മാക്സിലറി ഗ്ലാൻഡ്സ്, ചുണ്ടുകൾ, പരോട്ടിഡ് ഗ്രന്ഥികൾ, മുഖത്തും കവിളിലൊക്കെ ഉള്ള പലതരം ഗ്രന്ഥികളൊക്കെ വീർക്കുന്നു, ചുണ്ടുമൊക്കെ വീർത്തു വരുന്നു. ടെൻഷൻ ഓഫ് ദ ഫേസ്, മുഖത്ത് ആയൊരു പിരിമുറുക്കം, വലിഞ്ഞു മുറുകിയതുപോലെ. അൾസറേഷൻ ഓഫ് ലിപ്സ്, ചുണ്ടുകളിൽ വ്രണങ്ങൾ. ദ ടങ് ഈസ് ഡാർക്ക് കോട്ടർ ആൻഡ് ബ്ലീഡിങ്, നാവിൽ ഇരുണ്ട നിറത്തിലുള്ള ആവരണം, അതിൽ രക്തവാർച്ചയും വരാം നാവിൽ നിന്നും. ദ ഗംസ് ബ്ലീഡ് ആൻഡ്
ആർ കവേർഡ് വിത്ത് സോർസ്. മോണ രക്തവാർച്ച ഉണ്ടാകുന്നു, അവിടെ വ്രണങ്ങളും പരുക്കളും ഒക്കെ വന്ന് നിറയുന്നു. ദ ടൈഫോയിഡ് മൗത്ത്, ടങ് ആൻഡ് ടീത്ത് ഇൻ സെപ്റ്റിക് ഫീവേഴ്സ് വെൻ ദർ ആർ പ്യൂട്രിഡ് ഓഡേഴ്സ്. ടൈഫോയിഡ് മൗത്ത്, ഈ ടൈഫോയിഡ് വന്നപ്പോൾ, ജ്വരപ്പനി വന്നപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. മുഖത്ത് വായുവിലൊക്കെ ഇങ്ങനെ ഒട്ടുന്ന പോലെ പൂപ്പൽ വന്നിട്ട് നമുക്ക് നാവ് കൊണ്ട് അതിൽ ചുരണ്ടി മാറ്റാൻ പറ്റും. അത് ടൈഫോയിഡ് വന്ന പലരിലും അതങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാവിലും ഇതേപോലെ പൂപ്പൽ വരും. ഇത് വിഷപ്പനികളിൽ, ഇതേപോലുള്ള ടൈഫോയിഡിലുള്ള പലതരം മാരകമായ പനികളിലൊക്കെ ഉണ്ട്. ആൻഡ് വെൻ ദർ ആർ പ്യൂട്രിഡ് ഓഡേഴ്സ്, വായിൽ നിന്നും വൃത്തികെട്ട ദുർഗന്ധം വരുന്നു. റെഡ്നെസ് ഓഫ് ഗംസ് ആൻഡ് എഡ്ജസ് ഓഫ് ദ ടങ്, മോണയിലും നാവിൻ്റെ വക്കിലും ഒക്കെ ചുവന്ന നിറം. ദ ടങ് ഈസ് വൈറ്റ്, സ്ലിമ്മി, ഗ്രീനിഷ്, യെല്ലോ. നാവ് വെളുത്ത ചുണ്ണാമ്പും മറ്റുമൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ വരാം, ഗ്രീനിഷ് യെല്ലോയും വരാം. ഡ്രൈ മൗത്ത് ആൻഡ് ടങ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ വായും നാവും വരണ്ടുണങ്ങിയിരിക്കുന്നു. ഇൻഫ്ലെയിംഡ് മൗത്ത് ആൻഡ് ഗംസ്, വായിലും മോണയിലുമൊക്കെ വീക്കം. ഒഫൻസീവ് ഓർഡർ, പ്യൂട്രിഡ് മോർണിംഗ് ലൈക്ക് സ്പോയിൽഡ് ചീസ്, കാറിയ കേടായ ചീസ് പോലെ വായിൽ നിന്നും ദുർഗന്ധം വരുന്നു. രാവിലെ വല്ലാത്ത നാറ്റം വായിൽ നിന്ന് വരുന്നു. സോർ ബേണിംഗ് മൗത്ത് ആൻഡ് ടങ്, വായും നാവും ഒക്കെ നൊമ്പരം, പൊള്ളല്. റിസീഡിങ് ഗംസ്, മോണ ഉള്ളിലേക്ക് വലിയുന്നു. തിക് സാൾട്ടി സലൈവ, കട്ടിയുള്ള ഉപ്പുരസമുള്ള ഉമിനീര്. സ്കോർബ്യൂട്ടിക് സ്പോഞ്ചി ഗംസ്, ചോര കിനിയുന്ന തരത്തിലുള്ള മൃദുവായ മോണ. മോണയുമായിട്ട് ബന്ധപ്പെട്ട് കാലിഫോസിൽ ധാരാളം ലക്ഷണങ്ങൾ വരുന്നുണ്ട്. ദ റൂഫ് ഓഫ് ദ മൗത്ത് സോളൻ ഇൻ റിഡ്ജസ്, വായയുടെ മേൽഭാഗം, അവിടെ അതിൻ്റെ വക്കുകളിലൊക്കെ വീക്കം. ഫീൽസ് ആസ് ഇഫ് ബ്ലൈൻഡ് വിത്ത് ഗ്രീസ്, അവിടെ ഇങ്ങനെ ഗ്രീസ് പിടിച്ച പോലെ കൊഴുത്ത ഒരു ഫീല്. ടേസ്റ്റ് ബാഡ്, ബിറ്റർ, ഇൻസിപ്പിഡ്, പ്യൂട്രിഡ്, സോർ, ബിറ്റർ ഇൻ ദ മോർണിംഗ്. വായിലും എല്ലാത്തരം മോശം രുചികളുണ്ട്. കയ്പ് രുചിയുണ്ട്, ചവർപ്പ് രുചിയുണ്ട്, പ്രഭാതത്തിൽ കയ്പ്. ഗ്രൈൻഡിങ് ടീത്ത് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ പല്ല് കടിക്കൽ. നെർവസ് ചാറ്ററിങ് ഓഫ് ടീത്ത്, ആകെ ഒരു നെർവസായിട്ട് ഇങ്ങനെ പല്ലിങ്ങനെ വിറയ്ക്കുന്ന പോലെ, കിടുകിട പല്ല് കടിച്ചിങ്ങനെ വിറയ്ക്കുമല്ലോ, തണുപ്പത്തൊക്കെ സംഭവിക്കുന്ന പോലെ. പെയിൻ ഇൻ ടീത്ത് ഫ്രം ടേക്കിംഗ് കോൾഡ്, തണുപ്പടിക്കുന്നതുകൊണ്ട് പല്ലിൽ വേദന. അഗ്രവേറ്റഡ് ബൈ കോൾഡ് തിങ്സ്, തണുത്ത ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പാനീയം കുടിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും. അഗ്രവേറ്റഡ് മാസ്റ്റിക്കേറ്റിംഗ്, ചവക്കുമ്പോൾ വർദ്ധിക്കും. അഗ്രവേറ്റഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിന് ശേഷം വർദ്ധിക്കും. പൾസേറ്റിംഗ്, ഇച്ചിങ്, ജേർക്കിംഗ്, പ്രസ്സിങ്, സോർ, സ്റ്റിച്ചിങ്, ടിയറിങ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. വിങ്ങുന്ന പോലെ, വിറയ്ക്കുന്ന പോലെ, അമർത്തുന്ന പോലെ, കുത്തുന്ന പോലെ, വലിച്ചു കീറുന്ന പോലൊക്കെ വരുന്നുണ്ട്. ടിയറിങ് ആണ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ദിസ് റെമഡി ഹാസ് ബീൻ യൂസ്ഡ് വിത്ത് സം സക്സസ് ഇൻ ഡിഫ്തീരിയ വിത്ത് പ്യൂട്രിഡ് ഓർഡർ. പ്യൂട്രിഡ് ഓർഡർ എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. അല്ലാതെ ദുർഗന്ധമുള്ള ഡിഫ്തീരിയയുടെ കാര്യത്തിൽ ഒരു പരിമിതമായൊരു വിജയം കാലിഫോസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്രേ എൻ്റെ അവകാശപ്പെടുന്നുള്ളൂ. ഡ്രൈനസ് ഇൻ ത്രോട്ട് ഇൻ ഈവനിങ്, സായനത്തിൽ തൊണ്ട വരണ്ടു പോകുന്നു. ഫുൾനെസ് ആൻഡ് കൺസ്ട്രിക്ഷൻ ഓഫ് ദ ത്രോട്ട്, തൊണ്ട നിറഞ്ഞ് ഞെരുങ്ങി ആഹാരം കഴിക്കാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇൻക്ലിനേഷൻ ടു ക്ലിയർ ദ ത്രോട്ട് ബൈ ഹോക്കിംഗ്, ഇങ്ങനെ ഇടക്കിടക്ക് ചുമച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കാനുള്ളൊരു തോന്നൽ. മ്യൂക്കസ് ഇൻ ദ ത്രോട്ട് ഇൻ ദ മോർണിംഗ്, സംടൈംസ് ടേസ്റ്റിംഗ് സോൾട്ടി, പ്രഭാതത്തിൽ തൊണ്ടയിൽ ഇങ്ങനെ കഫം വരും, ചിലപ്പോൾ അത് ഉപ്പ് രസമായിരിക്കും. ലംബിൻ ത്രോട്ട്, തൊണ്ടയിലൊരു കല്ലോ ഒരു കട്ടിയുള്ള എന്തോ ഇരിക്കുന്ന പോലെ. പെയിൻ ഇൻ ത്രോട്ട് ഓൺ സോളോയിങ്, വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ വേദന. പെയിൻ റൈറ്റ് ടോൺസിൽ, വലത് ടോൺസിൽ ഗ്രന്ഥിയിൽ വേദന. ബേണിംഗ്, റോനസ്, സോർനസ്, പൊള്ളൽ, തൊലിപോയ പോലെ നൊമ്പരമൊക്കെ ആ ടോൺസിലുണ്ട്. സ്റ്റിച്ചിങ് ഓൺ സോളോയിങ്, വിഴുങ്ങുമ്പോൾ കുത്തുന്ന പോലുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻ ഫ്രം ലെഫ്റ്റ് ടോൺസിൽ ടു ഇയർ, ഇടത് ടോൺസിൽ മുതൽ ചെവിയിലേക്ക് നീളുന്ന കുത്തുന്ന പോലെ വേദന. വൈൽ ഡ്രൈവിംഗ് ഇൻ ഫോർനൂൺ, ഉച്ചയ്ക്ക് മുമ്പ് വാഹനം ഓടിക്കുമ്പോൾ കാറ്റ് കൊള്ളുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, ഇതുണ്ടാകും സ്റ്റിച്ചിങ് പെയിൻ. ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ത്രോട്ട് ആൻഡ് ടോൺസിൽസ് വിത്ത് വൈറ്റ് ഡെപ്പോസിറ്റ് ലൈക്ക് മെംബ്രെയിൻ. അപ്പോൾ തൊണ്ടയിലും ടോൺസിലുകളിലും വീക്കവും വീർത്ത് വരലും നീർക്കെട്ടും, അതിനോടൊപ്പം
ഒരു ഒരു പാട പോലെ വെളുത്ത ഒരു ആവരണം ഉണ്ടാകുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ തൊണ്ടയും വായും ചെവിയും മൂക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാലിഫോസിൽ നിരവധി ലക്ഷണങ്ങളുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ ഡിഫ്തീരിയയോട് ചേർന്ന് വരുന്നു. ഈ ഡിഫ്തീരിയയെ ഒരു പരിധിവരെ സുഖപ്പെടുത്താൻ ചിലപ്പോൾ അതിന് പിന്നാലെ മറ്റു ഔഷധങ്ങൾ വേണ്ടി വരും. ഇവിടെ പറയാത്ത പല കാര്യങ്ങളുണ്ട്. അർബുദത്തിൻ്റെ കാര്യത്തിൽ അർബുദ രോഗിക്ക് സമാനമായ വായുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ കാലിഫോസ് കൊടുത്ത ഒരു അനുഭവം ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പാലിയേഷൻ നടന്നുള്ളൂ, പക്ഷേ ഒരു 3-4 വർഷം അദ്ദേഹം സാമാന്യം നല്ല അവസ്ഥയിൽ ജീവിച്ചു. കാലിഫോസ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ സ്കോപ്പുള്ളൊരു ഔഷധമാണ്. അതിൻ്റെ സമഗ്രതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.